ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ശ്രീലങ്ക വ്ളോഗിൻ്റെ ഡേ 2 ആണ്. രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടുത്തെ വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സെയിം വെതർ തന്നെയാണ് ഇവിടെ. എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബോട്ടിംഗ് മധു റിവറിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബിഗിനിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപായി ജാക്കറ്റ് ഇട്ട് സേഫ്റ്റി എല്ലാം ഉറപ്പുവരുത്തി. എട്ട് സീറ്റുള്ള ഒരു ഓപ്പൺ ബോട്ടാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ ഓരോ ടീമായി തിരിഞ്ഞ് ബോട്ടിംഗ് ആരംഭിച്ചു. ചുറ്റിനും കണ്ടൽക്കാടുകൾ നിറഞ്ഞ രീതിയിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എക്സ്പെർട്ടായ ഒരു ഓപ്പറേറ്റർക്ക് മാത്രമേ ഇവിടെ ബോട്ട് സർവീസ് നടത്താൻ പറ്റൂ. ഇടുങ്ങിയ വഴികളിലൂടെ ബോട്ട് ചെന്ന് കയറിയത് വലിയൊരു റിവറിലേക്കാണ്. രണ്ട് സൈഡിലും കൊടും കാടാണ്. വളരെയധികം മനോഹരമായൊരു ബോട്ട് യാത്ര. ഞങ്ങളെപ്പോലെ തന്നെ വന്ന പല ബോട്ടുകളും സഞ്ചരിക്കുന്നതും കാണാം. ഞങ്ങളും വളരെയധികം എൻജോയ് ചെയ്ത് ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ശ്രീലങ്കൻ ബോട്ട് യാത്ര തോന്നിയത്. കേരളത്തിലെ ബോട്ടിംഗ് അപേക്ഷിച്ച് നോക്കുമ്പോൾ റിവറെല്ലാം നല്ല ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും രണ്ട് ഭാഗങ്ങളിലെ കാടുകളിൽ പോലും വ്യത്യസ്തത ഉണ്ട്. കാടുകളിൽ നിന്നും ചില്ലകൾ വളർന്ന് നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കൂടിയാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടിച്ച് ഒരു ബോട്ടിന് മാത്രം സഞ്ചരിക്കാനുള്ള സ്ഥലമാണ് ഉള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണിത്. വ്യത്യസ്തങ്ങളായ പല കാഴ്ചകളും കാണാൻ സാധിച്ചു.
ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഒരു ഹായ് എത്തി നമ്മൾ ബോട്ടിംഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മധുര റിവറിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ബോട്ടിംഗ് അവസാനിപ്പിച്ച് മധുര റിവറിൽ ഇറങ്ങാൻ പോവുകയാണ്. സമീർ ഭായ്, What a beautiful place, Sri Lanka! Yes, we are Mazuri Bay. യാത്ര കഴിഞ്ഞു. എല്ലാം മരണ കയറാം. ശ്രീലങ്ക. മധു റിവറിലെ യാത്രക്കിടയിലാണ് ഈ റെസ്റ്റോറൻറ്റ് എത്തിയത്. തിരിച്ച് അതേ റൂട്ടിലൂടെ വീണ്ടും ശ്രീലങ്ക, അതായത് കൊളംബോയിലേക്ക്. അതായത് നമ്മൾ കൽപ്പാമ നോക്കുന്നത് നമ്മളെ ട്രിപ്പാണ്. ട്രിപ്പ് എൻജോയ് ചെയ്യണം. എന്റെ ജാബറുണ്ട്, ഹാപ്പിയാണോ? ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണോ? ബോട്ടിംഗ് കഴിഞ്ഞ് കുറച്ചു നേരം റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അക്വേറിയത്തിലേക്കാണ് വന്നത്. അക്വേറിയത്തിൻ്റെ സ്ട്രക്ചർ തന്നെ ആമയുടെ ഷേപ്പായിരുന്നു. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഡോർ തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കടലിലേക്ക് ഇറങ്ങി വന്നതുപോലെയാണ് തോന്നുന്നത്. ചുറ്റിനും മീനുകളാണ്. അവിടെ നിന്നും വേറൊരു ഇടനാഴിയിൽ കൂടി ഇറങ്ങി അടുത്ത അക്വേറിയത്തിലോട്ട് പോയി. ഒരു കൂറ്റൻ സ്രാവിനെയാണ് ഈ അക്വേറിയത്തിൻ്റെ എൻട്രൻസായി ചെയ്തു വച്ചിരിക്കുന്നത്. ആദ്യത്തെ അക്വേറിയത്തിനേക്കാളും കൂടുതൽ ഭംഗിയുള്ളതും വെറൈറ്റിയുള്ളതുമായ മീനുകളെ കാണാൻ സാധിച്ചു.
അക്വേറിയം എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി. അടുത്തത് ലഞ്ച് ടൈമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ? ഇവിടെയും ബുഫയാണ്. കേരള സ്റ്റൈൽ ഫുഡാണ്. കേരളത്തിലെ ഭക്ഷണത്തിലെ രുചിയല്ലെങ്കിലും കേരളത്തിലെ വിഭവങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ചോറും ചീരത്തോരനും ചിക്കൻ കറിയും പപ്പടവുമൊക്കെയാണ് എടുത്തത്. ഞങ്ങൾ ഫുഡ് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം റൂമിലേക്ക് തിരിച്ചു. ശ്രീലങ്കൻ ഡേ 2 വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.